ഞാൻ കുറേ ദിവസം കൊണ്ടൊരു വീഡിയോ കാണാൻ ശ്രമിച്ചു. ബീഫ് വിത്തൗട്ട് മസാലകളൊക്കെ ഇട്ടിട്ടുള്ളൊരു ബീഫ് കറി. ബീഫ് ഇതാട്ടോ. ബീഫ് ഞാൻ കഴുകി നല്ല വൃത്തിക്ക് കൈ വെച്ചിട്ടുണ്ട്. ഇത് ബീഫാണോ അതോ പോത്താണോ? ഞാൻ പോത്ത് ബീഫൊക്കെ ഒന്നാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നലത്തെ ചപ്പാത്തി പോലെ ഒന്നല്ല, ഇത് ഞാൻ ഭയങ്കര പ്രൊഫഷണലാണ്. നമ്മൾ ഇതിനകത്തേക്ക് അധികം മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം ബീഫിൻ്റെ ഒരു മൈൽഡ് ടേസ്റ്റ് നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ വാങ്ങിച്ച കറിവേപ്പില. ഞാൻ കറിവേപ്പിലൊന്നും യൂസ് ചെയ്യാറില്ല. കുറച്ച് ഉപ്പിടാൻ കേട്ടോ. മഞ്ഞപ്പൊടി ഞാൻ ഇടുന്നില്ല, ആദ്യം പറയാം. നമുക്ക് കറുത്ത കളറിൽ വേണം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എന്തുവാ, പച്ചമുളക് മറന്നുപോയി. ഇഞ്ചി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്താൽ നമ്മൾ തിന്നുമ്പോൾ മുഴുവൻ ഇഞ്ചി നമുക്ക് കിട്ടും തിന്നാൻ. ഇത് കണ്ടിട്ട് എൻ്റെ അമ്മയും ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയും ചേച്ചി. മഞ്ഞപ്പൊടി ഇടില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷേ മറന്നുപോയി. വൃത്തിയായിട്ടൊന്ന് തമാശക്ക് പറഞ്ഞ കേട്ടോ. അതിനോട് ചങ്ക മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കറി ഇട്ട് കൊടുക്കാം. ചൂടായിട്ടില്ല. മോണ്ടൊക്കെ കൊടുത്തിറച്ച പാടാവും. ഇടാൻ പറ്റില്ലോ. എൻ്റെ മോനെ ഇതിനൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല രസമാണ്. കട്ടിയിലൊക്കെ ബീഫിൻ്റെ അങ്ങനെ തളക്കൂലേ, നല്ല അങ്ങനെ തള ആ മണം. ഞാൻ ഒരു ഷെഫ് തന്നെ. നമ്മളിത് കുക്ക് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തു. ഇതിൻ്റെ മണം നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയാൻ വല്ലപ്പോഴും ഇത്തരം അനുഭവങ്ങളൊക്കെ നല്ലതാണ്. ഞാൻ ഫ്രൈ ചെയ്യാത്ത ബീഫ്. ഇത് എനിക്ക് ഫ്രൈ ചെയ്ത ബീഫ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു.